അസ്സലാമു അലൈക്കും. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് ദാരിദ്ര്യം വരാം. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ നിസ്സാരമാക്കി കാണുന്ന ചില കാര്യങ്ങളാണ് ഇവ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്ന് നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് വിളക്ക് ഊതിക്കെടുക്കൽ. ശരീരത്തിൽ വസ്ത്രം ധരിച്ച നിലയിൽ തുന്നൽ, രാത്രി വീട് അടിച്ചുവാരൽ, അമിതമായി ഉറങ്ങൽ, ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നയായി കിടക്കൽ, ജനാപത്തുകാരനായി ഭക്ഷിക്കൽ, ഉള്ളിയുടെ തൊലി കത്തിക്കൽ, അടിച്ചുവാരിയത് വീട്ടിൽ തന്നെ കൂട്ടിയിടൽ, മശായിക്കന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ നടക്കൽ, മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കൽ, ചിലന്തി വല തട്ടാത്ത നിലയിൽ വീട്ടിൽ ഉപേക്ഷിക്കൽ, പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തു പോകൽ, അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും വൈകി എത്തുകയും ചെയ്യൽ, പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചെയ്യൽ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ, ഇരുന്ന് തലപ്പാവ് ധരിക്കൽ, നിന്ന് പാൻസ് ധരിക്കൽ, പിശുക്ക് കാണിക്കൽ, ദുർവ്യം ചെയ്യൽ, ചിലവഴിക്കേണ്ടതിന് ചിലവഴിക്കാതിരിക്കൽ. ഇവ എല്ലാം ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇവയിൽ തന്നെ ചില കാര്യങ്ങൾ കൊണ്ട് ദുഃഖവും പരിഭ്രമവും നൊമ്പരവും ഉണ്ടാവുന്നതാണ്. ആ കാര്യങ്ങളാണ്: ഇരുന്ന് തലപ്പാവ് ധരിക്കുക, നിന്ന് പാൻസ് ധരിക്കുക, പല്ലുകൊണ്ട് താടിരോമം മുറിക്കുക, വാതിലിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, വാതിൽ പടിക്കരിക്കല്ലേ എന്ന്. അത് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുക, വസ്ത്രത്തിൻ്റെ തല കൊണ്ട് മുഖം തുടക്കുക. അതൊക്കെ നമ്മൾ പല സ്ത്രീകളും ചെയ്യുന്ന കാര്യമാണ്. മുട്ടയുടെ പുറന്തോടുകളിൽ ചവിട്ടി നടക്കുക, വലത് കൈകൊണ്ട് ശുചീകരണം നടത്തുക, മക്ബറകളിൽ വെച്ച് ചിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ദുഃഖം ഉണ്ടാവും, പരിഭ്രമം ഉണ്ടാവും, നൊമ്പരം ഉണ്ടാവും. അസ്സലാമു അലൈക്കും.